അന്യഭാഷയിൽ എഴുതിയിട്ടുണ്ടാവും? ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ലിസ്റ്റ് ഇതുവരെ എടുത്തിട്ടില്ല. എന്നാലും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഏകദേശം 100 സിനിമയ്ക്ക് എടുത്തായിട്ടുണ്ടാവും. 100 സിനിമകളോളം എഴുതിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയുള്ള സിനിമകൾ, മലയാള സിനിമകളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ഏറ്റവും ഹിറ്റായ പാട്ട് അല്ലു അർജുന്റെ പുഷ്പ 2. അത് റീസെന്റ് ഹിറ്റ് ചെയ്തത്. അതിലിപ്പോ ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി? അല്ല, അതിലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീലിംഗ് സോങ് ആണ് മല്ലികാവാണന്റെ അമ്പുകളോ എന്ന് പറയുന്ന വരികൾ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു തെലുങ്ക് സിനിമയിൽ മലയാളം വരികൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം. അതെ അതെ. ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പറ്റുമോ? ഏതെങ്കിലും പാടാം. ഇപ്പൊ കൃഷ്ണയില് പാടാത്തൊരു പാട്ട് അപ്സര പാടിയൊരു പാട്ടുണ്ട്. ചെമ്പനിൽ പൂവേലി അന്നേതോ നീലമഞ്ഞിൽ വിരിഞ്ഞു കണ്ണുകളിൽ വിളിച്ചിന്നി. അങ്ങനെ അത് നല്ലൊരു അപ്സലല്ല, അത് വിധു പാടിയതാ. വിധു പാടിയതാ. ആ പാട്ട് പാടുമ്പോൾ തന്നെ ഈ ലിറിക്സ് എന്നെ കൊണ്ട് കേൾപ്പിക്കുമ്പോൾ ഇതോട് നമുക്ക് തീർത്താം. പക്ഷെ ആ ലിറിക്സ് കേട്ടപ്പോൾ തന്നെ അത് ലിപ്പും കൂടി ഉള്ള ഒരു സോങ്ങാണ്. ആ നല്ല പക്ക ലിപ്പ. അപ്പൊ അങ്ങനെയുള്ള ലിപ്പുള്ള ഈ പാട്ട് എൻ്റെ ഇരുന്ന് എഴുതുന്നത്. അപ്പം ഞാൻ കേട്ടപ്പോൾ തന്നെ ഇത് നല്ല സിങ്ക് ആവുന്നുണ്ട്. ലിറിക്സ് ചെമ്പന്, വാക്കുകൾക്ക് പുതുമയുണ്ട്. ഏത് പാട്ടാണെങ്കിലും ഫസ്റ്റ് ആദ്യത്തെ വരി കൊള്ളുന്നതായിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ വലിയ കറക്ഷനൊന്നും ആ പാട്ടിൽ ഞാൻ പല്ലവിയിലൊന്നും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ആ പാട്ട് അപ്പം അംഗീകരിച്ചു. അത് വളരെ ചുരുക്കമാണ്. ഞാൻ ശിശുവായിട്ട് എപ്പോഴും അടികൂടുന്ന ആളാണ്. അപ്പോൾ ആ വരികൾ, ചില വാക്കുകൾ ചില പാട്ടുകളിൽ ചേരുമ്പടി പെട്ടെന്ന് അങ്ങ് ചേരും. ആയിട്ടുള്ള ഒരു ഫാമിലി ചിത്രത്തിലെ ഡബ്ബിങ് പടങ്ങളാണ്. അപ്പം അതിനൊരു പ്രേക്ഷകരുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ വിലയിരുത്തിയിട്ടില്ല. എനിക്കിഷ്ടപ്പെടുന്നു, അത് പബ്ലിസിറ്റി ചെയ്ത് ഞാൻ കൊണ്ടുവരുന്നു, അതിനെ എടുക്കുന്ന എഫേർട്സ്. അല്ല, പാട്ടുകൾ നല്ലതായിരിക്കും, പക്ഷെ അതൊക്കെ വിജയിക്കുകയും ചെയ്തു. ഹാപ്പി ഡേയ്സ് എടുത്തോളൂ. അതിനു മുമ്പ് വേറൊരു സിനിമ ഉണ്ടല്ലോ, ഇത് കൃഷ്ണ, ഞങ്ങളുടെ ലോകം, അതൊക്കെ ആർട്ടിസ്റ്റ് ഉണ്ട്. ഇത് ഞങ്ങളുടെ ലോകം. ഇതൊന്നും ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ ആസ്പെക്ടിൽ ചിന്തിക്കാൻ പറ്റുന്ന പടങ്ങളെ അല്ല. ഹാപ്പി ഡേയ്സ് ഒക്കെ ഇവിടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു കോളേജുകളിലൊക്കെ ആ സമയത്ത് ഹാപ്പി ഡേയ്സിന്റെ പോസ്റ്റേഴ്സും ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്ന ഇത് ഞങ്ങളുടെ ലോകം. അത് നല്ല വൺ ഓഫ് ദ ബെസ്റ്റ്. എല്ലാ പാട്ടുണ്ട്. ശിശു തുറവൂർ എഴുതി വിനീത് പാടിയത് നിനക്കായി സ്നേഹത്തിൻ മൗനജാലകം തുറക്കാം. എന്ത് മനോഹരമായ. അപ്പൊ ആ സിനിമകളൊന്നും മറ്റേ തെലുങ്ക് സിനിമകളുടെ രൂപത്തിലല്ല, അല്ലെങ്കിൽ മലയാളി കണ്ടിരുന്ന ചിരഞ്ജീവി സാറിന്റെയോ കൃഷ്ണ സാറിന്റെ പടങ്ങൾ പോലെ അല്ല. വേറൊരു വേറിട്ട ശൈലിയിലാണ് സിനിമ ചെയ്യുന്നത്, എടുത്തതല്ല. അപ്പൊ എനിക്കിപ്പോ അവിടെ ഇതിനേക്കാൾ ഇട്ടടിച്ചു പോയ പല സിനിമകളും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല, എനിക്ക് തോന്നിയില്ല. അത് ആര്യ ഇറങ്ങുമ്പോൾ ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം അടുത്ത ഷോയും കാണാൻ കയറുകയായിരുന്നു. ആര്യ സിനിമ അവിടെ ഹൈദരാബാദിൽ സിനിമ കണ്ട് ഇറങ്ങി, പക്ഷേ മാറ്റിന് കണ്ടിറങ്ങിയിട്ട് വീണ്ടും അടുത്ത ഷോയും കണ്ടിറങ്ങി 2 പ്രാവശ്യം ഞാൻ ആര്യ കണ്ടു. കണ്ടതിന് ശേഷമാണ് തീരുമാനമെടുക്കുന്നത് ഈ സിനിമ ചെയ്യാമെന്ന്. സ്വാഭാവികമായിട്ട് ആര്യ എന്ന ചിത്രം അല്ലു അർജുനിലുണ്ടാക്കിയ അല്ലു അർജുൻ, എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരു ഇമ്പാക്റ്റിനേക്കാൾ അവിടെ അന്ന് ഈ ന്യൂജൻ പയ്യന്മാർ 5-6 പേരുണ്ടായിരുന്നു. രാംചരൺ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. ബാക്കിയുള്ള ഒരു ഒരു പ്രഭാസ് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും. ഇവരെല്ലാം ഒരേ സമയത്ത് രൂപം കൊണ്ടവരാണ്. അതിൽ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് ഫീലായത്, കേരളത്തിൽ അന്ന് ഒരു രാജു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൃഥ്വിരാജ്. അത് പൃഥ്വിരാജിന്റെ ആദ്യത്തെ പടം എൻ്റെ പടമാണ്, നക്ഷത്ര രാജകുമാരൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഹീറോയിലേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ പയ്യനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് ഹോപ്പ്ഫുൾ, ചാൻസ് ഉണ്ട്, നമുക്കൊരു മലയാള പടം പോലെ കൊണ്ടുവരാം. അതുപോലെ ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു ഹീറോ, ഡാൻസ് മാത്രമല്ല ഫൈറ്റ് ചെയ്യുന്ന എല്ലാം കൂടി ചേരുന്ന നല്ല സബ്ജക്റ്റ്, പുതുമയുള്ള സബ്ജക്റ്റ്, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു പടമാണ് ആര്യ. അപ്പോൾ അത് ഒരു ആൻറ്റി ഹീറോ ആണ് പയ്യൻ. അതിൽ
ബട്ട് ഡയറക്റ്റഡ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ചെറിയൊരു ആൻറ്റി ഹീറോ ക്യാരക്ടറാണ്. അതൊരു കുസൃതിയായിട്ട് ഫീലാക്കി കൊണ്ടുവന്നു. ആ സിനിമ ഞാനെന്നല്ല ആര് കണ്ടാലും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. ഞാനൊരു പബ്ലിസിറ്റി ചെയ്തു, വൈഡ് പബ്ലിസിറ്റി ചെയ്തു, അതിനൊരു ബൂസ്റ്റ് ചെയ്തു. പ്രിയദർശൻ ചേട്ടനെ കൊണ്ട് ഇൻ്റർവ്യൂ പടത്തിനെ പറ്റി കമൻസ് എടുപ്പിച്ചു, മറ്റു പല ടെക്നീഷ്യന്മാരെ കൊണ്ട് പറയിപ്പിച്ചു. അതൊക്കെ ചെയ്തിട്ടാണ് അന്നത്തെ സമയത്തുള്ള ലിമിറ്റഡ് ടി വി പബ്ലിസിറ്റിയിലൂടെ, ഇവൻ തോ അന്ന് എനിക്ക് തോന്നുന്നു സൂര്യ TV ആണെന്ന് തോന്നുന്നു, ഞാൻ അന്നൊക്കെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള സൂര്യ TVക്ക് കാശ് കൊടുത്തു. പിന്നെ പല രീതിയിൽ ഇപ്പോൾ പറയാൻ പറ്റാത്ത തരത്തിലുള്ള മറ്റു പത്രങ്ങൾക്ക് പൈസ കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിയത്. PR വർക്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെയായിരുന്നു PR ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടാണ് അല്ലു അർജുനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അല്ല, അതിനു മുമ്പും നമുക്കിപ്പോ ചിരഞ്ജീവിയുടെ സിനിമകളൊക്കെ ഇവിടെ റീമേക്ക് ചെയ്തിട്ട് ഇവിടെ ഹിറ്റായിട്ടൊക്കെ ഉണ്ടെങ്കിലും അല്ലു അർജുൻ എന്ന് പറയുന്ന ട്രെൻഡായി മാറിയിരുന്നു. ട്രെൻഡ്. പക്ഷെ ചിരഞ്ജീവി സാറിന്റെ പടം എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയിലുള്ള സിനിമയാണ്. അത് വന്നിട്ട് ആ സിനിമകൾ എന്ന് പറയുന്ന കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ പാട്ട്, ഡാൻസ്, അങ്ങനെയുള്ള ഫൈറ്റ്, അങ്ങനെയുള്ള വേറൊരു തരത്തിലുള്ള കൊമേഴ്സ്യൽ ഇമ്പാക്റ്റുകൾ കൂടിയ ഒരു സിനിമകളാണ്. ഇങ്ങനെ ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഓറിയൻറ്റഡ് മലയാള കൾച്ചറിന് മാച്ചാവുന്ന ഒരു സിനിമ, ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് മേ ബി ഇതോ അല്ലെങ്കിൽ പ്രണയമായോ ആയിരിക്കും. നിങ്ങൾ പ്രണയമായി കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഐ ആം വെരി സോറി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയോ അല്ലെങ്കിൽ ആര്യോ ആയിരിക്കും. ബേസ്ഡ് സ്റ്റോറി. ഇപ്പം എൻ്റെ സിനിമകളെടുത്താൽ ഫുൾ ആക്ഷൻ. അല്ലു അർജുൻ്റെ പടമല്ലാതെ ഒരു സിനിമയും ആക്ഷൻ പടങ്ങളല്ല. മലയാള കൾച്ചറിന് മാച്ചാവുന്ന തരത്തിലുള്ള കുസൃതിയുള്ള സിനിമകളായിരിക്കും. ആര്യ എടുത്താലും നിങ്ങൾ ഹാപ്പി എടുത്തോളൂ, അല്ലെങ്കിൽ പ്രണയമായി എടുത്തോളൂ, അതല്ലെങ്കിൽ ഇത് സാറിൻ്റെ തന്നെ പടം അയ്യോ പാവം, അതും ഒരു കുസൃതിയാണ്. 100% ലവ് എടുത്തോളൂ. ഇതൊന്നും ഒരു കൊമേഴ്സ്യൽ ഗ്ലാമറസ് ഫൈറ്റോ ഗ്ലാമറസ് സീനുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമയല്ല.